വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ എടുത്തിട്ട് അതുപോലെ നിവർത്തി വെക്കുക. അതിനുശേഷം നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് കഴുത്തിൻ്റെ സൈഡിലൂടെയും അതുപോലെ തന്നെ ബോട്ടം പാർട്ടിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. ഇതിൻ്റെ കഴുത്ത് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കട്ട് ചെയ്താലും മതി. അപ്പം നമുക്ക് സ്ക്വയർ പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ മറ്റേ സൈഡ് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ കഴുത്തിൻ്റെ സൈഡിൽ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ക്യാൻവാസ് ഉണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്താലും മതി. ഇനി ഇതാ ഇവിടെ എത്തുമ്പോൾ നമ്മൾ നീഡിലൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ പ്രഷർ ഫുട്ട് പൊക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ പ്രഷർ ഫുട്ട് താഴ്ത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഓരോ എഡ്ജസ് എത്തുമ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യണം. എന്നാലേ നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഇതാ ഇതുപോലെ വന്നുകൊണ്ടാണ് ഈ സൈഡ് മടക്കിയടിക്കാഞ്ഞത്. ഇനി നമ്മുടെ നോർമൽ ഫാബ്രിക്കിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡും കൂടെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ നമ്മുടെ ഒറിജിനൽ തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല വശവും വേണം വെച്ച് കൊടുക്കാൻ. ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ തുണിയുടെ നല്ല വശവും ഒരുപോലെ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ആ ലൈനിങ്ങിൻ്റെ പാർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ക്ലോത്തിൻ്റെ നെക്കും ഇതാ ഈ സമയത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഷിഫോണിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിത് പിൻ ചെയ്ത് കൊടുക്കുക. മുട്ടുസൂചിയൊക്കെ ഉണ്ടെങ്കിൽ കഴുത്തിൻ്റെ അവിടെയും പിന്നെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ പിൻ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആം ഹോളിൻ്റെ അവിടെ ഒന്നും ചെയ്യുന്നില്ല. നെക്കിൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ലൈനിങ്ങും കൂട്ടിയിട്ട് ഷോൾഡറും ആം ഹോളും സൈഡും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക.
ഇനി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു നെക്കിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ നെക്കിന് നല്ല പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല മോഡേൺ നെക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് വരുള്ളൂ. ഇനി നമുക്കിതാ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ട് പീസും കൂടെ നമുക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലൈനിങ് പുറത്ത് ലൈനിങ് അല്ല, ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് പുറത്ത് കണ്ടാണ്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് കാണുന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ജസ്റ്റ് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതതിങ്ങനെ പിടിച്ചതിന് ശേഷം മറ്റേ ലൈനിങ്ങിൻ്റെ ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വെച്ചതിന് ശേഷം ബാക്കിൽ നിന്ന് ലൈനിങ് അതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് എല്ലാ പീസും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ മറിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ നമ്മൾ തയ്ച്ചിട്ടുള്ള ഭാഗം പുറത്തേക്ക് കാണില്ല. ഇനി നമുക്ക് മറ്റേ നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരും. അപ്പം നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. രണ്ട് ഷോൾഡറും പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ആം ഹോൾ ഒന്ന് ക്ലിയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
നമ്മൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാകും. അതൊക്കെ നമ്മളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആം ഹോളിന് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അതുപോലെ ഇതിൻ്റെ ബോട്ടം പാർട്ട് ഞാനൊന്ന് റൗണ്ടാക്കി അതുപോലെ തന്നെ സൈഡ്സും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്യണം. നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ഈ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. ഈ ഒരു ക്രോസ് മാർക്ക് ഇട്ടതാണ് നമ്മുടെ സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ക്ലോസ് ചെയ്യണം, സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യണം. എന്താ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോസ് മാർക്കിൻ്റെ അവിടെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് നിർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് സ്ലിറ്റ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിങ്ങനെ ആ സ്ലിറ്റ് മടക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മളിത് അവിടെ വെച്ച് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ എൻഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ പൈക്കോട്ട് ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. സ്ലിറ്റും അതുപോലെ തന്നെ ബോട്ടം പാർട്ടും ഞാൻ ചെയ്യുന്നത് പൈക്കോട്ട് ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഫൂട്ടിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് പോയി കാണുക. അപ്പോൾ നമ്മുടെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം പാർട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ഫിനിഷിങ്ങാണ് കിട്ടിയെന്ന് നോക്കിയേ. നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഓവർലോക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.